കടന്നു വരികയാണ്. ദൈവമായാൽ ഈ വരുന്ന വ്യാഴാഴ്ച വാഹനം ഇവിടെ വരുമെന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. വൈകിട്ട് സാധനങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ തന്നെ ഇവിടെ നിന്ന് യാത്രയാകാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നിന്ന് തന്നെ പത്താനിക്കാടിൽ നിന്ന് കൊല്ലം ജില്ലയിൽ അമ്പലംകുന്ന് എന്ന ദൈവസഭയിലേക്കാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇവിടെ കടന്നു പോയാലാണ് ഉച്ചയ്ക്ക് നമുക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ. കടന്നു വരുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങൾ മാത്രമേ കടന്നു വരാൻ സാധിച്ചിട്ടുള്ളൂ. ആ ദിവസങ്ങളൊക്കെയുമുള്ള മെസ്സേജ് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദൈവ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം ഈ സഭയ്ക്ക് വേണ്ട ഓരോ സന്ദേശവും ഓരോ സന്ദർഭങ്ങളിൽ ദേവദാസൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ മാത്രമല്ല ഇവിടെ അനേക യോഗങ്ങൾ നടക്കുവാനിടയായി ഉപവാസ യോഗം, മറ്റ് പ്രാർത്ഥനാ യോഗങ്ങൾ, മറ്റ് ഭവനങ്ങളിൽ വെച്ചുള്ള സുവിശേഷങ്ങൾ, പിന്നെ മാസയോഗം, പല മാസയോഗങ്ങളിൽ നമ്മളിന്ന് പലരും കടന്നു പോകാനിടയായി. ഞാൻ വരുമ്പോഴൊക്കെയും അവർ പറയും ഇവിടെ നടന്ന എല്ലാ പരിപാടിയും വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാനിടയായി. ഇതിൻ്റെ കാരണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒരു സഭയെ നിയന്ത്രിക്കുവാൻ എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ ഒരു സഭയെ എങ്ങനെ നിയന്ത്രിക്കുവാൻ കഴിയും എന്ന് സാധിക്കുകയുള്ളൂ. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പാസ്റ്റർക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. രണ്ട് വർഷക്കാലം നമ്മുടെ വീട്ടിലെ ഒരംഗം എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും നമുക്കാവശ്യമായ എല്ലാ ആത്മീയ ആഹാരവും തന്ന് നമ്മെ പോഷിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പാസ്റ്റർ വന്നതിന് ശേഷം ഇവിടെ നടക്കുവാനിടയായി. അപ്പോൾ ഇങ്ങനെ നമ്മളോട് ഒരുമിച്ച് ജീവിച്ച പാസ്റ്റർക്ക് ഈ സഭയുടെ പേരിലും എൻ്റെ സ്വന്തമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല പാസ്റ്റർ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലും സംഭാവന കൊടുത്തു വിടണമെന്ന് സഭ തീരുമാനിച്ചു. അങ്ങനെ ഒരു ചെറിയ പാരിതോഷികം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് പാസ്റ്ററെ ക്ഷണിക്കുന്നു. എല്ലാ കരുതലിന്, എല്ലാ സ്നേഹത്തിന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുന്നു. പലപ്പോഴും പല മീറ്റിങ്ങുകൾ നിങ്ങളുടെ ആരോഗ്യത്തെയോ നിങ്ങളുടെ സാമ്പത്തികത്തെയോ നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കാതെ പലപ്പോഴും നിങ്ങളുടെ അനുവാദം കൂടാതെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയും പല മീറ്റിങ്ങുകളും ഞാനിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിലും മുടുപ്പില്ലാതെ വന്ന് സഹായിച്ച, കരുനീട്ടിയ, ആരോഗ്യത്തെ നോക്കാതെ കരുതിയ എല്ലാ ദൈവമക്കളോടുള്ള പ്രത്യേകിച്ച് അർച്ചനോടുള്ള നന്ദി പ്രത്യേകാലെ അറിയിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ കരുതിയതിന്, സ്നേഹിച്ചതിന് കുറവുകൾ പലതും ഉണ്ടായിട്ടും, വീഴ്ചകൾ പലതും ഉണ്ടായിട്ടും, പോരായ്മകൾ പലതും വന്നിട്ടും നിങ്ങൾക്ക് കാണിച്ചില്ല കൈത്താങ്ങലിന്, സ്നേഹത്തിന്, കരുതലിന് പ്രത്യേകം കുഞ്ഞുങ്ങളോട്, ബാലന്മാരോട്, യൗവനക്കാരത്തികൾ, സഹോദരി സഹോദരന്മാർ, പിതാക്കന്മാർ എല്ലാവരോടുള്ള നന്ദി പ്രത്യേകാലെ അറിയിക്കുകയാണ്.